ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മൈക്രോവേവ് ഓവനായ പലരും കുറേ പ്രാവശ്യം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഓവനിൽ പലതും ഉണ്ടാക്കുന്നത്. അത് മെയിനായിട്ട് ഈ LG 28 ലിറ്ററിൻ്റെ ഓവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ കുറവാണ് യൂട്യൂബിൽ നിന്ന് കണ്ടതുകൊണ്ട് പലരും റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഓവനിൻ്റെ കുറച്ച് യൂസൊക്കെ പറഞ്ഞു തരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നതും. ഇനി എൻ്റെ ചാനലായ കുക്കിംഗ് ആൻഡ് കെയറിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്, നമ്മൾ ഈ ഗ്യാസിലൊക്കെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓവൻ ഉപയോഗിച്ച് ചെയ്തെടുക്കാം. അതായത് ഒന്നും അടിക്ക് പിടിക്കാത്ത, അല്ലെങ്കിൽ വളരെ സമയമെടുക്കാത്ത 5-6 മിനിറ്റിൽ നമ്മൾ ലൈറ്റായി കുക്ക് ചെയ്യേണ്ടതൊക്കെ ഗ്യാസിൽ വെക്കുന്നതിനേക്കാൾ 1-2 മിനിറ്റ് നമ്മൾ അത് ഓവനിൽ വെക്കുമ്പോൾ നന്നായി കുക്കായി നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും ഇനി നെക്സ്റ്റ് എന്തൊക്കെ നമുക്ക് ഇതിനനുസരിച്ചിട്ട് എന്തൊക്കെ ഇതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാമെന്ന്. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പല സാധനങ്ങളും ഇതുപോലെ പെട്ടെന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആദ്യം തന്നെ കാണിച്ചിരുന്നത് കടല റോസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് പച്ചക്കടല എങ്ങനെ റോസ്റ്റ് ചെയ്യുമെന്നതാണ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ പൂഴിയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ അടുത്ത് തന്നെ നിന്നിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ കരിഞ്ഞു പോകും. എന്നാൽ ഓവനിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും കറക്റ്റായ സമയം വെച്ച് കൊടുത്താൽ നമുക്ക് കരിഞ്ഞു പോകാതെ നല്ല ഈ വെള്ള കളറിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കടല ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വാങ്ങുന്നത് പോലെ ഉപ്പ് രസമുള്ള കടല വേണ്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ആവശ്യത്തിന് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ആ ഉപ്പ് ഒന്ന് കടലയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്ലെയിനായി റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഉപ്പും വെള്ളവും ഒന്നും ചേർക്കാതെ, ഉപ്പ് രസമൊന്നും ഇല്ലാതെ നമുക്ക് സാധാരണ ആ പച്ചക്കടല അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കടല ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബോളിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഈ മൈക്രോവേവ് ഓവൻ്റെ കൂടെ കിട്ടുന്ന ആ ബോൾ ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ ആ റെഡ് കളറായിട്ടുള്ള വലിയ ബോൾ, ഞാൻ മുന്നേക്ക് അതിലാണ് ചെയ്തിരുന്നത്, അതിൽ ഇട്ട് വെച്ചതിന് ശേഷം മൂടി വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ തെറിച്ച് പോകത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് ടോപ്പിൽ നന്നായിട്ട് ഒരു സിംഗിൾ ലെയറായിട്ട് ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്തും എടുക്കാം. ഇത് ഏത് കടലയായാലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അതായത് പ്ലെയിൻ ആയാലും ഇങ്ങനെ ഉപ്പ് ചേർത്തതായാലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മൈക്രോ മോഡിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൈക്രോ മോഡിലേക്ക്, അതായത് അപ്പോൾ നമ്മൾ വേറെ ബട്ടൺസ് ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡിഫോൾട്ടായിട്ട് മൈക്രോ മോഡിലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ 180 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതിലേക്ക് ഞാനിപ്പോൾ എൻ്റെ കടലയുടെ അളവ് അതിൽ ഏകദേശം ഗ്ലാസ് ടോപ്പ് മുഴുവനായിട്ടുണ്ട്. അതുകൊണ്ട് 3.5 മിനിറ്റ്, അതായത് 3 മിനിറ്റും 30 സെക്കൻഡും ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് വെള്ളമൊന്നും ചേർക്കാതെ ഉപ്പൊന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വെറും 2 മിനിറ്റ് മതി. ആദ്യത്തെ 1 മിനിറ്റ് കഴിയുമ്പോൾ കടല നമുക്ക് ഒരു സ്പൂണിനെ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ, ആദ്യത്തെ 1 മിനിറ്റിൽ അത്ര ചൂടുണ്ടായിരിക്കത്തില്ല, അപ്പോൾ ഒന്ന് അത് ഇളക്കി കൊടുത്താൽ കടല നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് റോസ്റ്റ് ആയിരിക്കുന്നതാണ്. അതിനുശേഷം സമയം ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഒരു കടല എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ കാണാം അതിൻ്റെ തൊലിയൊക്കെ ഇളകി വരുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള, വളരെ ഈസി ആയിട്ട് വെറും 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ നല്ല കടല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ്. നമുക്ക് കോണിൻ്റെ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതെടുത്തിട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ റോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണ എല്ലാവരും കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും അടിക്ക് കരിഞ്ഞു പോവുകയും കുറച്ച് അധിക സമയം എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ നിങ്ങൾ ഓവനിൽ ചെയ്ത് നോക്കുക, വളരെ പെട്ടെന്ന് തന്നെയാവും. ഇതിലൊരു നല്ല നെയ്യുടെ ടേസ്റ്റും ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ
അതിലേക്ക് പോപ്കോണിൻ്റെ വിത്തിലേക്ക് കുറച്ച് നെയ്യും, അതായത് ഒരു 1/2 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ, അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അതിൽ ഉപ്പും ചേർത്ത് നന്നായി പെരക്കിയിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതുടനെ തന്നെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ചെറിയ ബോളിലോ അല്ലെങ്കിൽ ആ റെഡ് വലിയ ബോളിലോ വെച്ച് കൊടുക്കാം. അല്ല എങ്കിൽ ഇങ്ങനെ ഗ്ലാസ് ടോപ്പിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓവനിലെ ടെമ്പറേച്ചർ 4ലാണ് ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇത് മൈക്രോവേവ് മോഡിൽ തന്നെയാണ് ഇതുമൊക്കെ ചെയ്യുന്നത്. ഈ ഓവൻ്റെ കൂടെ കിട്ടിയ ആ ലിഡുള്ള റെഡ് ബോൾ, അതിലും നമുക്ക് ഇങ്ങനെ ഇത് തെറിക്കുന്നത് പോലെയുള്ളതൊക്കെ കുക്ക് ചെയ്യാം. അതിൽ വെച്ചാൽ തന്നെ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ അത് കുലുക്കി കൊടുക്കണം. അതിന് ശേഷം ഒന്നുകൂടി അത് തിരിച്ച് വീണ്ടും വെച്ചിട്ട് അത് ഫുള്ളായിട്ടും പോപ്പപ്പ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള പപ്പടമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ എണ്ണയിലൊക്കെ വറക്കുന്ന ഇതുപോലുള്ള പപ്പടമാണ്. നിങ്ങളുടെ കയ്യിൽ സാധാരണ റൗണ്ട് പപ്പടം ഉണ്ടെങ്കിൽ അതും ഇതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിലൊരു സംശയവും വേണ്ട. നമ്മുടെ സാധാരണ പപ്പടവും ഇതിൽ നന്നായി റോസ്റ്റ് ചെയ്ത് കിട്ടും. നമുക്ക് ചിലപ്പോൾ ചില അസുഖങ്ങൾക്കൊക്കെ എണ്ണയില്ലാത്ത ഭക്ഷണമൊക്കെ കഴിക്കേണ്ട സമയത്ത് നിങ്ങൾ ഓവനിൽ പപ്പടമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഞാൻ പപ്പടം ഉണ്ടാക്കുന്നത് എപ്പോഴും ആ ഗ്ലാസ് ടോപ്പിലേക്ക് തന്നെ അത് എല്ലാം ഒറ്റ നിരയായിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കും. നമ്മുടെ സാധാരണ വട്ടമുള്ള പപ്പടമാണെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ടൈം ഞാനിവിടെ 1 മിനിറ്റാണ് എടുക്കുന്നത്. 1 മിനിറ്റ് നമുക്ക് ആദ്യമൊന്ന് സെറ്റ് ചെയ്യാം. കാരണം കൂടുതലായാൽ പപ്പടം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം 1 മിനിറ്റിന് ശേഷം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ചിലതൊക്കെ നന്നായി ആയിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ ഓരോ ഭാഗം ശരിയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇത് ക്ലോസ് ചെയ്ത് 30 സെക്കൻഡ്സിലേക്ക് ഒന്നുകൂടി വെച്ച് കൊടുക്കുകയാണ്. അതായത് 30 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അത് ഡിഫോൾട്ടായിട്ട് 30 സെക്കൻഡ്സിലേക്ക് പോകുന്നതാണ്. 30 സെക്കൻഡ്സ് അത് ഏകദേശം കഴിയാറായി എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പപ്പടമൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നന്നായി പൊടിഞ്ഞ് കിട്ടുന്ന കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് മറ്റേ പപ്പടമായാലും ഉണ്ടായിരിക്കുക. നിങ്ങൾ പപ്പടം ഉണ്ടാക്കുമ്പോൾ ടൈം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് തലേന്നത്തെ ചോറൊക്കെ എല്ലാവരും ഒന്നുകിൽ വെള്ളം ചേർത്തിച്ച് പതപ്പിച്ച് വാർത്തെടുക്കും, അല്ല എങ്കിൽ ആവി കയറ്റി വേവിക്കും. എന്നാൽ ഇതുപോലെ നിങ്ങൾ ഓവനിൽ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് നല്ല ചൂട് ചോറായിട്ട് നമുക്ക് കിട്ടുകയെന്നതായിരിക്കും, നല്ല ഫ്രഷ് ആയിട്ടുള്ള. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തലേന്നത്തെ ചോറ് ഫ്രിഡ്ജിലായിരിക്കുമല്ലോ വെച്ചിരിക്കുക. അത് ഒരു 1 മണിക്കൂർ മുൻപെങ്കിലും പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഓവൻ സേഫായിട്ടുള്ള ബോളിലേക്ക് മാറ്റിയിട്ട് ടൈം ഒരു 4 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ഈ ബോളിൻ്റെ 3/4 ഭാഗത്തോളം ഉണ്ട്, അതുകൊണ്ട് ഞാൻ 4 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. ചോറിൻ്റെ അളവ് കുറച്ചാണെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാവും. ഇനി ഇതിന് ശേഷം ഈ 4 മിനിറ്റിന് ശേഷം ഞാൻ ഒന്നുകൂടി സ്പൂണ് കൊണ്ട് ഇതിൻ്റെ അടിയിലുള്ള ചോറ് എടുത്ത് നോക്കും. അപ്പോൾ ആ ഭാഗം അടിയിലോട്ട് ചൂടായില്ല എങ്കിൽ ഞാൻ 1 മിനിറ്റൊക്കെ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് വെക്കുന്നതാണ്. അങ്ങനെ നമുക്ക് നല്ല ചൂടായിട്ടുള്ള ചോറ് നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാൻ കിട്ടുന്നതാണ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ചോളം, അതായത് സാധാരണ എല്ലാ മാർക്കറ്റിലും കിട്ടുന്ന ചോളം എങ്ങനെ നമ്മൾ ആവിയിലും അല്ലാതെ വെള്ളത്തിലും വേവിക്കാതെ തന്നെ നമുക്കെങ്ങനെ ഈസിയായി വെറും 4 മിനിറ്റോ 3 മിനിറ്റ് കൊണ്ടൊക്കെ ഓവനിൽ വേവിച്ചെടുക്കാമെന്നതാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് അത് ഓവനിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഞാനിവിടെ 4 മിനിറ്റാണ് വയ്ക്കുന്നത്. ഇത് ഒരു മീഡിയം സൈസിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള കോണാണ്. കോണൊക്കെ തയ്യാറാക്കുമ്പോൾ ഇടയ്ക്ക് അത് ഓവൻ ഓപ്പൺ ചെയ്തിട്ട് അത് തിരിച്ച് വെച്ച് കൊടുക്കണം. കാരണം ഇതിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 1-2 പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാറുണ്ട്. ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ബട്ടൺ അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഓവൻ സ്റ്റോപ്പായി കിട്ടും. എന്നിട്ട് അത് ഓവൻ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയാൽ മതി.
ഇത് കണ്ടോ, നമ്മുടെ കോൺ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് സ്പൂണ് വെച്ച് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്തത് വെജിറ്റബിൾസായ തക്കാളി, വഴുതനങ്ങ അതൊക്കെ എങ്ങനെ വെള്ളത്തിലോ ആവിയിലോ അല്ലാതെ എങ്ങനെ ഓവനിൽ വേവിച്ചെടുക്കാമെന്നതാണ്. രാവിലെ തന്നെ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തക്കാളി വേവിച്ച് അതിന് ശേഷം സ്മാഷ് ചെയ്ത് അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നിയും കിട്ടുന്നതാണ്. നമ്മുടെ പണിയും സമയവും ഒക്കെ നമുക്ക് ലാഭിക്കാവുന്നതുമാണ്. തക്കാളി ചട്നി മാത്രമല്ല, ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുമ്പോഴും ഞാനിവിടെ കെച്ചപ്പൊക്കെ തക്കാളി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓവനിൽ തന്നെയാണ് ആവശ്യത്തിനുള്ള തക്കാളി ഇങ്ങനെയാണ് വെക്കാറ്. അതായത് ക്ലോസ് ലിഡ് ഞാൻ ഇതിന് എന്തായാലും ഉപയോഗിക്കാറുണ്ട്. കാരണം തക്കാളി കുറച്ച് നന്നായി വെന്ത് വരുമ്പോൾ അത് വികസിച്ച് അതിൻ്റെ വെള്ളം പുറത്തേക്ക് തെറിക്കും. അതുകൊണ്ട് ക്ലോസ് ലിഡ് ഇതിന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തക്കാളി ലഭിക്കും. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എന്താണ് പ്യൂരിയാണ് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതുപോലെ നമുക്ക് മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. പലരും ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതുപോലെ തന്നെ മൈക്രോവേവ് ഹാക്സ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.